ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബുക്കിൻ്റെ റിവ്യൂ പറയാനാണ് കേട്ടോ. റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി. ഇതെനിക്ക് കുഞ്ഞു വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു ബുക്കാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് അവനൊരു ബുക്ക് ഗിഫ്റ്റ് തരുന്നത്. ബിക്കോസ് ഞാനൊരു കുറച്ചൊക്കെ വായിക്കുന്ന ടൈപ്പ് ആളായിരുന്നു, പക്ഷെ കുറേ നാളായിട്ട് എൻ്റെ വായനാശീലം ഭയങ്കര കമ്മിയായിട്ടിരിക്കുവാണ്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു മൂഡ് വരണില്ല, ഒരു ഇൻട്രസ്റ്റ് വരണില്ല. അപ്പം എൻ്റെ വായനാശീലം തിരികെ കൊണ്ടുവരണമെന്ന് അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവൻ ഡിസൈഡ് ചെയ്തിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ബുക്കാണ് ഇത്. അവൻ തന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കാണിപ്പോൾ, പിന്നെ ഭയങ്കര കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നതാണ് ഇതിനെ പറ്റിയിട്ട് എന്നൊക്കെ പറഞ്ഞ് തന്നു. ഞാൻ ഓക്കെ പറഞ്ഞ് വാങ്ങി. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പം ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ടൈമിൻ്റെ ഒരു കുറച്ചുള്ള പ്രശ്നം കൊണ്ടിട്ട് ഞാനൊരു 3 സിറ്റിങ്ങിൽ ഇത് വായിച്ചത് കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ്സ് എൻ അമേസിങ് ബുക്ക്, പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്കും പിന്നെ റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്കും ഒക്കെ തുടങ്ങാൻ പറ്റിയൊരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇറ്റ്സ് എന്താ പറയുക, ഇതൊരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് ബുക്കാണ്, ത്രില്ലിംഗ് ആണ്. ഇറ്റ്സ് എ മിക്സ്ഡ് കൈൻഡ് എമോഷൻസ് ഉള്ളൊരു ബുക്കാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും, എല്ലാവരും വായിക്കണം. റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ. ആൻഡ് താങ്ക് യു സോ മച്ച് ടു അഖിൽ പി ധർമ്മജൻ ഫോർ ഗിഫ്റ്റിംഗ് അസ് ദിസ് അമേസിങ്. കുഞ്ഞൂനും ഒത്തിരി താങ്ക്സ്. എൻ്റെ റീഡിങ് ഹാബിറ്റ് ഈ ഒരു ബുക്കിലൂടെ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. പിന്നെ സമീപ ഭാവിയിൽ ഈ ഒരു ബുക്ക് ഫിലിമായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അഖിൽ പി ധർമ്മജൻ. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ പറ്റിയും ഇതിൻ്റെ സ്റ്റോറിയും അങ്ങനെ റിവീൽ ചെയ്യരുതെന്ന് ഈ അഖിൽ പി ധർമ്മജൻ പറയുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതിലെ എന്താ പറയുക, ആനന്ദി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്താ പറയുക, ചിലപ്പം ഇങ്ങനെ അതായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ. മൂവിയിൽ ഒരു റോള് ഞാൻ ചെയ്താൽ എങ്ങനെ പൊങ്കാല ഇടാൻ വരരുത് കേട്ടോ. ഒന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നും നമുക്കിപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ.